പ്രൊഡക്ഷൻ പ്ലാന്റ് ആണ്. ഈ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് സൂപ്പർ സാച്ചുറേറ്റഡ് കാർബൺ ഡിപ്പോസിഷൻ മെത്തേഡാണ്. നമുക്ക് ഇതിന്റെ മാർഗരേഖയിൽ നിന്ന് നോക്കാം. ആദ്യമായി മീഥേൻ ചെയ്യുക. മീഥേൻ ഗ്യാസിൽ നിന്നാണ് കാർബൺ നാനോ ട്യൂബ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. മീഥേൻ ഗ്യാസ് പ്രകൃതിയിലെ രാസപ്രവർത്തനങ്ങളിൽ നടക്കുന്നു. അതായത് മനുഷ്യന്റെ ശരീരം ചീഞ്ഞളിയുമ്പോഴൊക്കെ കിട്ടുന്ന മീഥേൻ ഗ്യാസ് ശേഖരിച്ച് അതിൽ കാറ്റലിസ്റ്റ് ചേർത്ത് സിലിണ്ടറിക്കൽ ഫർണസിലേക്ക് കടത്തിവിടും. ഈ ഫർണസിൽ 700 ഡിഗ്രി വായുരഹിതമായി ചൂടാക്കുന്നു. ഈ ചൂടാക്കിയ വാതകത്തിൽ നിന്നും കാർബൺ ഹൈഡ്രജൻ ബന്ധം വിഘടിക്കുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ വാതകത്തെ സംഭരിക്കുന്നു. ഈ ഹൈഡ്രജൻ വാതകം നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചില വാട്ടർ മെട്രോകൾ ഹൈഡ്രജൻ വാതകത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. അടുത്തതായി സെൻട്രിഫ്യൂഗൽ സെപ്പറേറ്റർ. സെൻട്രിഫ്യൂഗൽ സെപ്പറേറ്ററിൽ നിന്ന് ഇതിലെ സെൻട്രിഫിക്കേഷൻ ചെയ്ത് കാർബൺ നാനോ ട്യൂബ്സിനെ വേർതിരിക്കുന്നു. ഇനി ഇതിന്റെ 3 ശുദ്ധീകരണ പ്രക്രിയകളാണ് നടക്കുന്നത്. ആദ്യം ഗ്യാസ് ഫേസ് പ്യൂരിഫിക്കേഷൻ. ഗ്യാസ് ഫേസ് പ്യൂരിഫിക്കേഷന് കാർബണിലെ ഉൾപ്രേരകത്തിലെ ലോഹഘടകങ്ങളെ നീക്കം ചെയ്യും. ഇവിടെ ഉൾപ്രേരകമായി ഉപയോഗിച്ചിരിക്കുന്നത് സിലിക്കൺ റോഡിൽ ആവരണം ചെയ്ത അയണാനിയം ഓക്സൈഡാണ്. അടുത്തത് ലിക്വിഡ് ഫേസ് പ്യൂരിഫിക്കേഷൻ. ഗ്യാസ് ഫേസ് പ്യൂരിഫിക്കേഷനിലൂടെ നീക്കം ചെയ്യാൻ കഴിയാത്ത ഉൾപ്രേരകത്തിലെ ലോഹഘടകങ്ങളെ ചെറിയ താപനിലയിൽ ചൂടാക്കിയ നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് നീക്കം ചെയ്യും. പ്ലാസ്മ ഫേസ് പ്യൂരിഫിക്കേഷൻ. ഇതിൽ രണ്ടിലും ക്ലീൻ ആവാത്ത ആ ബേസിനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ 3 പ്രോസസ്സ് നടക്കുമ്പോഴും ഇവിടെ കിട്ടുന്ന ഓരോ വാതകങ്ങളും ബാക്കി അലോട്രോപ്സും ഒക്കെ സേവ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് സേവ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റേ ഫയർ എക്സ്റ്റിങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. കാർബൺ അലോട്രോപ്സ് ഉണ്ട്, കാറ്റലിസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് കാർബൺ നാനോ ട്യൂബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. മീഥേൻ ചെയ്യുമ്പോൾ ഇവിടേക്ക് വരുന്നു, മീഥേൻ ഗ്യാസ് ഇവിടെ വരുന്നു, കാറ്റലിസ്റ്റ് പാർട്ടിക്കിൾസ് ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിന് പ്രവർത്തനം നടത്തുന്ന ഹൈഡ്രജൻ വാതകം ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അതായത് ഒരു സിലിണ്ടർ ഉണ്ട്, അതിലേക്ക് കളക്ട് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ സെപ്പറേറ്റർ, ഗ്യാസ് ഫേസ് പ്യൂരിഫിക്കേഷൻ, ലിക്വിഡ് ഫേസ് പ്യൂരിഫിക്കേഷൻ, പ്ലാസ്മ ഫേസ് പ്യൂരിഫിക്കേഷൻ. ഇനി നമുക്ക് ഇതിന്റെ മേന്മകളൊന്നും നോക്കാം. യഥേഷ്ടം വളയ്ക്കാൻ സാധിക്കും. താപത്തിന്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകങ്ങളും വൈദ്യുത സംഭരണ ശേഷി എന്നിവയാണ്. ഇപ്പോൾ ജപ്പാനിലെ ഒരു കമ്പനി സ്പേസ്